വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന് പുറത്തുവിട്ടു. അത് വേറൊന്നുമല്ല, ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ഇറാഖിലെ മരുഭൂമിയിൽ ഒരു താവളമുണ്ടാക്കി, ഒരു ബേസ് ഉണ്ടാക്കി. ആ ബേസിൽ നിന്നാണ് ആക്രമണങ്ങൾ അധികവും നടത്തിയത്. ആ ബേസ് ഇപ്പോൾ റഷ്യയുടെ സഹായത്തോടെ ഇറാൻ തിരിച്ചറിഞ്ഞു. ഇത് ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കുള്ള കൈകടത്തലാണ്. അവിടെ കയറി ഈ പ്രവൃത്തി ചെയ്യുന്നത് ആ രാജ്യത്തെ അറിയിക്കാതെയാണ്. അവിടെ ഒരു കളിപ്പാവ സർക്കാരിനെ വെച്ച് അമേരിക്കയും ഇസ്രയേലും അതിനെ തേർവാഴ്ച നടത്തുകയാണ്. പണ്ടത് ആക്രമിക്കുമ്പോൾ പറഞ്ഞിരുന്നത് അവിടെ ലോകത്തിന് വിനാശകരമായ ആറ്റം ബോംബുണ്ടെന്നും അത് തകർക്കാൻ വേണ്ടിയാണ് കയറുന്നതെന്നും പറഞ്ഞ് ഈ രണ്ട് ഭീകരന്മാർ കടന്നു കയറി ആ രാജ്യത്തെ കളിപ്പാവയാക്കിയിരിക്കുകയാണ്. ആ രാജ്യത്തുണ്ടാക്കിയ ബേസിലൂടെയാണ് ഇറാനെ ആക്രമണം നടത്തിയതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ കൃത്യമായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി. അത്ര വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് ഈ ഇസ്രയേലുകാർ. ഇവരെയാണ്, ഇവരുടെ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടെ UAE എല്ലാ സന്തോഷത്തോടെയും സ്വീകരിച്ച് അവരെ ആനയിച്ച് അവരുടെ സംരക്ഷണം ഏറ്റുവാങ്ങാൻ വേണ്ടി എല്ലാം ഒരുങ്ങിയിരിക്കുന്നത്. ഇവർ ലക്ഷ്യം വെക്കുന്ന സ്ഥലങ്ങളിൽ ഏത് ഹീനമായ മാർഗത്തിലൂടെയും കടന്നു കയറുന്നവരാണ്. ഇനി അവരെ കയറ്റിയാലോ, ആ കയറ്റിയ സ്ഥലത്ത് ഇവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ലാതെ എല്ലാം തകർത്തു പോകുന്നവരാണ്. അവർക്ക് രാഷ്ട്രീയമായ അഭയവും അവസരവും സാമ്പത്തികവും നൽകുന്നവരാണ് കുഴിമന്തി രാജാക്കന്മാർ, മന്തി രാജാക്കന്മാർ. അവർക്ക് വേണ്ട ദീനീ പശ്ചാത്തലമൊരുക്കുന്നതിനും അതിനു വേണ്ട രേഖകൾ ഉദ്ധരിച്ച് അവരെ സമർത്ഥിക്കുന്നതിനും അവരുടെ ഇടപെടലുകളുടെ ക്രൂരതയെ ഒന്ന് ലഘൂകരിക്കുന്നതിനും തണുപ്പിക്കുന്നതിനും വേണ്ടി പണ്ഡിതവരേണ്യന്മാരും ഈ കാലത്ത് സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം സഹായത്തോടെയാണ് ഈ പ്രവർത്തനം നടക്കുന്നതെന്ന് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് അടക്കമുള്ള ഇൻ്റർനാഷണൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കാരണം ഇസ്രയേലിൽ നിന്ന് കൃത്യമായൊരു ആക്രമണം വലിയ പ്രയാസമുണ്ട്, ഒന്ന്. രണ്ട്, അങ്ങനെ അയച്ചാൽ കൃത്യമായി അതിൻ്റെ ദിശ റീഡ് ചെയ്ത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ളത് ഇസ്രയേലിലേക്കാണ്. എന്നാൽ ഇറാഖിലെ ഒരു സ്ഥലത്ത് നിന്ന് അടിച്ചാൽ തിരിച്ച് സ്വാഭാവികമായി അടിക്കുക ഇറാഖിലേക്കാണ്. ഇനി ഇറാഖിൽ നിന്ന്, ഈ ബേസിൽ നിന്ന് എന്തെങ്കിലും ഒരു ബോംബോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസൈലോ UAEയിലേക്കോ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്കോ അടിച്ചാൽ എന്തായിരിക്കും ലോകവും വാർത്ത വായിക്കുന്നവരും ഒക്കെ ചിന്തിക്കുക? പിന്നെ മതപണ്ഡിതന്മാരും ചിന്തിക്കുക എന്തായിരിക്കും? ദേ, ഇറാഖിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. ഇറാഖാണ് സൗദിയെ ആക്രമിച്ചത്, ഇറാഖാണ് ഖത്തറിനെ ആക്രമിച്ചത്, ഇറാഖാണ് UAE ആക്രമിച്ചത്. നോക്കുമ്പോൾ ശരിയാണല്ലോ. അതിൻ്റെ ഈ ജിയോ കോർഡിനേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ഡിഗ്രിയും ലാറ്റിറ്റ്യൂഡും ഒക്കെ നോക്കുമ്പോൾ ശരിയാണ്, അവിടെ നിന്നാണ് അടിച്ചിരിക്കുന്നത്. നോക്കണം എത്ര കുടിലമായ തന്ത്രമാണ് ഇവർ പ്രയോഗിക്കുന്നതെന്ന്. ഇവരെയാണ് ചേർത്ത് പിടിച്ച് ഫാദർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ പല പ്രവൃത്തികളും ഫാദർലാൻഡിന് ചേർന്നതല്ല, ഫാദർലെസ് പ്രവൃത്തികളാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അത് വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ഇനിയെങ്കിലും ഇവരുടെ സഹായം അഭ്യർത്ഥിക്കുന്ന വലിയ സംസ്കാര സമ്പന്നരായ ഭരണാധികാരികളും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഖിതാബിയായ പണ്ഡിതന്മാരും കുറച്ചൊരു സൂക്ഷ്മത പാലിച്ചാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.